അധ്യക്ഷ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ഓഫ് പ്രേമ, സംഘടനയുടെ സമന്നതരായ മറ്റു നേതാക്കളെ, CPM-ൻ്റെ ജില്ലയുടെ സാരഥിയായ ഹൃദയഭാനു, CITU-ൻ്റെ ജില്ലാ സെക്രട്ടറി, CITU സംസ്ഥാന സെക്രട്ടറി ഗോപിനാഥ്, സുനിത കുര്യൻ, ദീപ, മറ്റ് സഹാക്കളെ, പ്രതിനിധി സ്റ്റാഫ്, അത്യന്തം ഗൗരവതരമായ ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മേളനം ചേർന്നത്. പ്രകൃതിയുടെ വികൃതി നമ്മുടെ നാടിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. വീടും കൂടും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അഭയം തേടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം. സാധാരണഗതിയിൽ ഈ പത്തനംതിട്ട ജില്ല ആ കെടുതിയിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഭാഗ്യവശാൽ ഇത്തവണ മറ്റു ജില്ലകളുടെ അത്രയും നാശം പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുണ്ട്. ഈ ജില്ല വർഗ ബഹുജന സംഘടനകളുടെ സമ്മേളന വേദിയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏത് സമ്മേളനം വന്നാലും ആ സമ്മേളനങ്ങൾക്കെല്ലാം ആതിഥേയത്വം വഹിക്കാനുള്ള പ്രാപ്തി ഈ ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം കൈവരിച്ചിരിക്കുന്നു. അതിലെനിക്ക് പ്രത്യേകിച്ച് അതിയായ സന്തോഷമുണ്ട്. ഒരു കാലത്ത് പിന്നോക്കം നേടുന്നൊരു ജില്ലയാണ്. ഇപ്പോൾ ഈ ജില്ല കേരളത്തിലെ നമ്പർ 1 ജില്ലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം. ഒരു 8-10 വർഷക്കാലം ഇവിടെയുള്ള സംഘടനാ പ്രവർത്തനത്തെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ അവസരത്തിലൊക്കെ ഈ ജില്ലയുടെ സംഘടനാ ശേഷിയും പ്രയാസങ്ങളുമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ്. പുതിയ സാരഥികൾ ഹൃദയഭാനു ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സഹാക്കൾ ഒരുമിച്ച് നിന്നു ഈ ജില്ലയെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയാക്കി മാറ്റിപ്പോയി. 5 നിയോജകമണ്ഡലമുള്ളതിൽ 5 നിയോജകമണ്ഡലങ്ങളിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയാണ് ഈ ജില്ലയിൽ ജയിച്ചത്. അങ്ങനെ ഒരു ജില്ല ഇപ്പോൾ എല്ലാ സമ്മേളനങ്ങളുടെയും ഒരു സമ്മേളന വേദി, സംഘടനകളുടെയും ഒരു സമ്മേളന വേദിയായി മാറ്റി. ഒരു മടിയും കൂടാതെ അതിനെല്ലാം ആതിഥേയത്വം നൽകുന്നതിൽ അവർ കാണിക്കുന്ന താല്പര്യത്തിൽ ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ സജീവ സാന്നിധ്യമാകേണ്ട ഒരു വിഭാഗമാണ് ആശാ വർക്കേഴ്സ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രവൃത്തി സമയത്തെക്കുറിച്ചൊന്നും ഒരു ക്ലിപ്തതയില്ല. മേലധികാരികൾ വിളിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത നിങ്ങൾ നിർവഹിച്ചു വരികയാണ്. കോവിഡ് കാലത്ത് എല്ലാ മനുഷ്യരും വാതിലുകളടച്ച് വീട്ടിനകത്ത് സുരക്ഷിതമായിരിക്കുമ്പോൾ ഒരാളും റോഡിൽ കണ്ടുപോകരുത്, പുറത്തിറങ്ങരുത് എന്ന കൽപ്പനയുള്ളപ്പോൾ അങ്ങനെ പേടിച്ചരണ്ട ജനങ്ങളാകെ വീടിനകത്ത് സംഭടിച്ചിരിക്കുന്ന അവസരത്തിൽ വീടിന് പുറത്ത് ചെന്ന് മണിയടിക്കാൻ വാതിൽ തുറക്കുമ്പോൾ അവർ കാണുന്നത് ആശാ വർക്കേഴ്സിനായിരുന്നു. ആ ധീരത, ആ മനസ്സാന്നിധ്യം ഉയർത്തിപ്പിടിച്ച ഒരു വിഭാഗമാണ്, തൊഴിലാളി വിഭാഗമാണെന്നുള്ളത് എത്ര പ്രശംസിച്ചാലും മതിയാവും. ഓരോ വീടിലെയും ആവശ്യമെന്തെന്നറിഞ്ഞ് അതിന് സഹായം എത്തിച്ചു കൊടുക്കുന്നതിൽ മറ്റുള്ള സന്നദ്ധ സംഘടനകളെപ്പോലെയോ അതിനേക്കാൾ മികച്ച തരത്തിലോ ഉള്ള പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി കൊണ്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യ നിലവാരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ബഹുമതി കേരളത്തിന് നേടിയെടുക്കാനും നിലനിർത്താനും കഴിയുന്നത്. ഇന്ത്യയിലെ ആരോഗ്യസ്ഥിതി, ആരോഗ്യ നിലവാരം, ജനങ്ങളുടെ ജീവിത നിലവാരം, ജനങ്ങളുടെ ആയുർദൈർഘ്യം, രോഗത്തിൻ്റെ ശരാശരി നിലവാരം, ഇതെല്ലാം പരിശോധിക്കുന്നു. അതെല്ലാം വ്യത്യസ്തമാണ് കേരളം. മെച്ചപ്പെട്ട
ആരോഗ്യ നിലവാരം പുലർത്തുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനുള്ള പങ്ക് നിസ്സാരമാണെങ്കിലും നിങ്ങളുടേതും കൂടി ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിച്ചു. നിങ്ങൾക്ക് കിട്ടുന്ന സേവന വേതന വ്യവസ്ഥകളാണെങ്കിൽ തുച്ഛമായ വേതനമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കുന്നത്. ഈ ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ പണിയെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് 1000 രൂപയാണ്. അതിപ്പോൾ 6000 രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട്. നല്ലത് തന്നെ, അത് നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷേ 6000 രൂപ കൊണ്ട് ഈ പണി മുഴുവൻ ചെയ്തു തീർക്കുന്ന ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ സാധിക്കും? പറ്റില്ല. വേതനം വർദ്ധിപ്പിച്ച് കിട്ടണം, ജോലിസ്ഥിരത ഉണ്ടാവണം, സേവന വേതന വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കണം എന്നുള്ളതൊക്കെ ഈ അസംഘടിതരായി കഴിയുന്നു. അഥവാ ദിവസക്കൂലിക്കാരോ കരാർ ജീവനക്കാരോ താൽക്കാലിക ജീവനക്കാരോ ആയി കഴിയുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിര വരുമാനമുള്ളവർ, സർക്കാർ സർവീസിൽ പണിയെടുക്കുന്നവർ 5.25 ലക്ഷം ഉദ്യോഗസ്ഥരാണ്. എന്നാൽ താൽക്കാലികക്കാരായി കഴിയുന്ന സ്ഥിരതയില്ലാത്തവർ, ഇതുപോലെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുടെ സംഖ്യ 70 ലക്ഷമാണ്. സർക്കാർ സർവീസിൽ തന്നെ ആ 70 ലക്ഷത്തിൽ പെടുന്നവരാണ് നമ്മൾ. ആ 70 ലക്ഷം ജീവനക്കാരുടെ നിരന്തരമായ സമ്മർദ്ദവും ആവശ്യങ്ങളും സംസ്ഥാനത്ത് ഉയർത്തുന്നത്. കോടിക്കണക്കായ ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് ആകമാനം എടുത്ത് പരിശോധിച്ചത്. നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും അധ്വാനിക്കുന്ന വർഗത്തിൽ തൊഴിലെടുക്കുന്ന ശക്തിയുടെ തൊഴിൽ ശക്തിയുടെ 8% മാത്രമാണ് സ്ഥിര വരുമാനം. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ, സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പണിയെടുക്കുന്നവർ 8%. 92% താൽക്കാലികക്കാരോ കരാർ ജീവനക്കാരോ, ഇവർക്കെല്ലാം നല്ല ഓമന പേരുകൾ നൽകി. അപ്രൻറ്റീസ് എന്നോ ട്രെയിനി എന്നോ അഡ്വൈസറെന്നോ ഒക്കെയുള്ള പദവികൾ. പക്ഷേ ആ പദവികളുണ്ട്, ശമ്പളം തുച്ഛമാണ്, ഏത് സമയത്തും പറഞ്ഞു ജോലി സ്ഥിരതയില്ല. ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ഈ അഭ്യസ്തവിദ്യരായ തൊഴിലെടുത്ത് വരുന്ന താൽക്കാലികക്കാർ, ഇതേപോലെ ട്രെയിനി എന്നും അപ്രൻറ്റീസ് എന്നും വിളിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് അവരെയൊക്കെ താൽക്കാലികരായി എടുക്കുന്നത്? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്. സ്ഥിര നിയമനമേ ഇല്ല. PSC നോക്കുകുത്തിയാണ്. PSC അപേക്ഷ ക്ഷണിച്ച് കസ്റ്റം ഇൻ്റർവ്യൂ നടത്തി നിയമനം നടത്തി കഴിഞ്ഞാൽ അവർക്കൊരു സ്കെയിലുണ്ട്. സ്ഥിര നിയമനമാണ്, പറഞ്ഞു വിടാൻ സാധിക്കില്ല. നേരത്തെയാണെങ്കിൽ 58 വയസ്സ് വരെ ജോലി ചെയ്യാം, അതിനുശേഷം റിട്ടയർ ചെയ്ത് മരിക്കുന്നവരെ പെൻഷനും കിട്ടും. ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എടുത്തു കളഞ്ഞു. ഇപ്പം പങ്കാളിത്ത പെൻഷനാണ്. അതൊക്കെ എത്ര കിട്ടുമെന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെയുള്ള, എന്നാലും പണിയെടുക്കുന്ന കാലത്ത് ഒരു നിശ്ചിത വരുമാനം കിട്ടും, അത് ജീവിക്കാൻ മതിയായ വേതനമായിരുന്നു. സേവന വേതന വ്യവസ്ഥകളൊക്കെ ഉണ്ട്. മെഡിക്കൽ അലവൻസ് കിട്ടും, റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും, പിന്നെയോ അവധി ശമ്പളം കിട്ടും. ഇതെല്ലാം ലഭ്യമായിരുന്നു. അത് സ്ഥിരം ജീവനക്കാർക്ക് മാത്രം. ഈ താൽക്കാലികക്കാർക്കോ കരാർ ജീവനക്കാർക്കോ ദിവസക്കൂലിക്കാർക്കോ ഇതൊന്നും കൊടുക്കും. അതുകൊണ്ടിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനി സ്ഥിരം നിയമനമേ വേണ്ട, താൽക്കാലിക നിയമനം മാത്രം. അപ്പോൾ ഏത് സമയത്തും പറഞ്ഞേക്കും, 6 മാസത്തേക്ക് നിയമിക്കും. 6 മാസം കഴിഞ്ഞ് അവർ പറഞ്ഞേക്കും. വീണ്ടും അവരെ തന്നെ നിയമിക്കണമെന്ന് താല്പര്യം ഉണ്ടായാൽ 2 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് വീണ്ടും നിയമിക്കും. ശമ്പളമാണെങ്കിലോ സ്ഥിരം ജീവനക്കാരന് കൊടുക്കുന്നതിൻ്റെ 3/4 പകുതിയോ ശമ്പളം. ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കി വരിക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിൽ 5.25 ലക്ഷം ജീവനക്കാരെയാണ് സ്ഥിരമായി നിയമിക്കാൻ സർവീസിൽ കഴിയുന്നത്. ഒരു 30,000 ആൾക്കാർ ഓരോ വർഷവും റിട്ടയർ ചെയ്യും. ആ റിട്ടയർ ചെയ്യുന്ന വേക്കൻസിയിൽ മാത്രമേ സർക്കാർ സർവീസിൽ വീണ്ടും PSCക്ക് നിയമനം നടത്തുള്ളൂ. അതിവിടെ റെഗുലറായി നടക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ ആളിനെ നിയമിക്കണമെങ്കിൽ ആ പോസ്റ്റ് ഗവൺമെൻറ് പുതുതായി ക്രിയേറ്റ് ചെയ്യണം, സാങ്ഷൻ ചെയ്യണം. അത് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തേക്ക് നോക്കി മാത്രമേ ചെയ്യാൻ സാധിക്കൂ. എന്നാലും ഈ കോവിഡ് വന്നപ്പോഴും മറ്റും കേരള ഗവൺമെൻറ് 35,000 വേക്കൻസിയുടെ സ്ഥാനത്ത് 1.25 ലക്ഷം വേക്കൻസി വരെ പുതിയതായി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
അതിൽ കൂടുതലും ആരോഗ്യ വകുപ്പിലാണ്, രണ്ടാമത് വിദ്യാഭ്യാസ വകുപ്പിലാണ്. മറ്റു ചില വകുപ്പിലൊക്കെ പുതിയ പുതിയ ആഫീസുകൾ വരുമ്പോൾ, പുതിയൊരു ആശുപത്രി വരുമ്പോൾ ആ ആശുപത്രി തന്നെ ഹെൽത്ത് സെൻ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആകുമ്പോൾ ഒരു ഡോക്ടർക്ക് പകരം 3 ഡോക്ടർ വേണം, അതിന് അഡീഷണൽ സ്റ്റാഫ് വേണം. അപ്പോൾ കുറേ നിയമനം നടത്തേണ്ടത്. ആ നിയമനം നടത്തുന്ന അവസരത്തിൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനമുണ്ട്. ആ റവന്യൂ വരുമാനത്തിൽ നിന്ന് സ്റ്റാഫിൻ്റെ ശമ്പളം, സർക്കാരിൻ്റെ തഞ്ചലവിനും സ്റ്റാഫിൻ്റെ ശമ്പളത്തിനുമൊക്കെ കൊടുക്കാവുന്ന സംഖ്യയ്ക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. നമ്മുടെ കേരളമായ എല്ലാ പരിമിതിയും അതിലംഘിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളവും സേവന വേതന വിതരണം. ശമ്പളവും പെൻഷനും കൂടി വരുമാനത്തിൻ്റെ 71% കേരളം മാറ്റിവെക്കുകയാണ്. ബാക്കി 29% ഉള്ള മറ്റ് ഭരണം നടത്താൻ. ആ ഭരണം നടത്തുന്നതുകൊണ്ട് രാജ്യത്ത് റോഡ് കുണ്ടും കുഴിയുമായാൽ, മറ്റേതെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ, ഒരു പള്ളിക്കൂടം ഇടിഞ്ഞു വീണാൽ പുതിയത് കെട്ടാൻ, പാലം പൊളിഞ്ഞാൽ പുതിയത് കെട്ടാൻ, ഇതിനൊക്കെ ഇവിടെ വേണം. ജനങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ പെരുകയാണ്. നാഷണൽ ഹൈവേ വികസിപ്പിക്കണം, പുതിയ പാലവും പള്ളിക്കൂടവും മറ്റു കാര്യങ്ങളൊക്കെ ഉയർന്നു വരണം, റോഡുകളുടെ മെയിൻ്റനൻസ് വേണം, അതിന് പുതിയ വരുമാനം വേണം. ആ വരുമാനത്തിനില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ കണക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് ആണിപ്പോൾ കേരള ഗവൺമെൻറ് എവിടെ നിന്നെങ്കിലും കടമെടുത്താലും നാടിൻ്റെ വികസന പ്രവർത്തനം നടത്തണം. ആ കടമെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കടമെടുക്കാൻ ഒരു പരിധിയുണ്ട്. അതിനപ്പുറമായാൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കും. ആ കടമെടുക്കുന്നതിൻ്റെ പരിധിയുള്ളത് കൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ എടുത്ത് റോഡ് വികസനം, അതുപോലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം, വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ സാധിക്കും. കിഫ്ബി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ടാക്കി, ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുന്ന വിദേശ ബാങ്കുകളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണമെടുത്തു. ഇപ്പം 60,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ്. നിങ്ങളെല്ലാം വന്ന പ്രദേശങ്ങൾ കാണും, ഓരോ സ്ഥലത്തും നടക്കുന്ന വികസന പ്രവർത്തനം. ആശുപത്രികളുടെ വികസനം, താലൂക്ക് ആശുപത്രികളുടെ വികസനം, 6-7 നിലയുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരും. സർക്കാർ സ്കൂളുകൾ, പഴയ ഭാർഗവി നിലയമോ വില കിടന്ന സർക്കാർ സ്കൂളുകളെല്ലാം മാറ്റി പുതിയ മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ ഉയർന്നു വരും. ഇതിനൊക്കെ പണം വേണം, ഇതെല്ലാം എടുത്ത് നടത്തണം. അതുപോലെ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി, പാലങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് മറുപടിപ്പെട്ടുകയാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രദേശമാണ്. ഒരു പാലം നിർമ്മിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് മെയിൻ ലാൻഡുമായി ബന്ധപ്പെടാൻ സാധിക്കില്ല. ആ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി പണം കടമെടുക്കാൻ ഭരണഘടനാപരമായി അവകാശമുള്ളത് കൊണ്ടാണ് കടമെടുത്തത്. റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം വേറെ ഏത് രാജ്യത്തിൻ്റെ കടമെടുക്കുന്നവർ. കടം കൊടുക്കുന്ന ബാങ്കുകൾ, കടം വാങ്ങുന്ന രാജ്യക്കാരൻ, സ്ഥാപനം തിരിച്ചടയ്ക്കുന്നതിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ പരിശോധിക്കണം. പണം തിരിച്ചു കിട്ടുമോ എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ പണം കൊടുക്കൂ. കിഫ്ബി ഈ 60,000 കോടി രൂപ ഇടപെടുത്തത് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക? തിരിച്ചു കൊടുക്കാനുള്ള ഇന്ന മാർഗത്തിലൂടെ ഓരോ വർഷവും നിങ്ങൾക്ക് തരേണ്ടത് തവണ മുടക്കം കൂടാതെ അടയ്ക്കും. അതിൻ്റെ തിരിച്ചടവിനുള്ള മാർഗം ഇന്നതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരു സ്ഥാപനവും കടം കൊടുക്കില്ല. അതിൽ നമ്മുടെ പെട്രോളിൻ്റെ ഡീസലിൽ നിന്ന് കിട്ടുന്ന നികുതിയും റോഡ് ടാക്സും ഒരു വർഷം എത്ര വരുമോ ആ കാശ് നിങ്ങളുടെ തവണയായിട്ട് ഓരോ വർഷവും തിരിച്ചു തരും. അതെത്രയാണെന്ന് അവർ പരിശോധിച്ചപ്പോൾ അവരുടെ തവണയും പലിശയും തിരിച്ചു കൊടുക്കാൻ ഇതിനുള്ള വരുമാനം കൊണ്ട് മതിയായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടം കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിച്ച് നടക്കുന്നത് എന്താ? 60,000 കോടി രൂപ കടമെടുത്തിരിക്കുന്നു. ആ കടമെടുത്ത എല്ലാം ഇനി നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് ഉപ്പുയരട്ടെ അടക്കം ജപ്തി ചെയ്യും. കേരളീയരെ ജാമ്യം നിർത്തിയാണ്. ഒരാളിൻ്റെ ഉപ്പുയരട്ടെ ജപ്തി ചെയ്യില്ല. ഇപ്പം 3 വർഷമായല്ലോ. ആരുടെ കിട്ടുമ്പോൾ ഉപ്പുയരട്ടെ ജപ്തി ചെയ്തോ? അവരാ പ്രചരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തെന്നാൽ ഈ കേരളത്തിൽ ഒരു വികസനവും നടക്കാൻ. കേരളം 56-ലാണ് കേരളം പിറവികളുള്ളത്. 56-ന് ശേഷം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ UDF-ഉം LDF-ഉം ഇവിടെ ഭരിച്ചു.
ഞാനും നിങ്ങളുമെല്ലാം ഈ കാലയളവിൽ ജീവിച്ചിരുന്നവരാണ്. ഈ ഇടതുപക്ഷമുന്നണി ഗവൺമെൻറ് വന്ന ഈ 2 ഘട്ടത്തിലായി 6 വർഷത്തിലായി ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന പോലുള്ള വികസനം മറ്റേതെങ്കിലും ഗവൺമെൻറ് കാലത്ത് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? എത്രയോ ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ ഓരോ പ്രദേശത്തും നടക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ കാണുകയല്ലേ. ഇതിനുള്ള പണം ഇവിടെ ഇല്ലെങ്കിൽ കടം വാങ്ങി നടത്തേണ്ടത്, വികസനം നടത്തേണ്ടത്. നാഷണൽ ഹൈവേ, പുതിയ നാഷണൽ ഹൈവേ വരുന്നു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത തരത്തിലാണ് നാഷണൽ ഹൈവേ ഇവിടെ വികസിപ്പിക്കുന്നതിന് വേണ്ടി കേരളം താല്പര്യമെടുത്തത്. നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ്റാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് ചെലവ് വഹിക്കേണ്ടത്. ഇവിടെ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാൾ ഭൂമിക്ക് വിലയുള്ള സംസ്ഥാനം കേരളമാണ്. കാരണം ഇവിടെ ഭൂമി കുറവും ജനസംഖ്യ കൂടുതലുമാണ്. അതുകൊണ്ട് ഭൂമിക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വിലയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളുടെ അവിടെ നാഷണൽ ഹൈവേ തരാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ ഭൂമിക്ക് വലിയ കാശ് കൊടുക്കും. അതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ്. അങ്ങനെ നാഷണൽ ഹൈവേ കിട്ടാതെ കിടന്നു. ഇപ്പം നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നോക്കൂ. നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ്റിന് സ്ഥലമെടുത്തിട്ടിരിക്കുന്ന പോലെയല്ലേ സ്ഥലമെടുത്ത് പോണത്. കേരള ഗവൺമെൻറ് ആ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടത്താൻ വികസനത്തിന് വേണ്ടി കേന്ദ്രം അനുവദിക്കുന്നതിന് വെച്ച ഓഫർ നാഷണൽ ഹൈവേക്ക് നിങ്ങൾ ചെലവാകുന്നതിൻ്റെ 25% കേരളം തരും. അവരന്തം വിട്ടുപോയി. ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു ഓഫർ വയ്ക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഓഫർ നൽകിയിട്ടില്ല. കേരളം 25% ഭൂമിയുടെ വില നൽകാമെന്ന് സമ്മതിച്ചില്ല. അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നാഷണൽ ഹൈവേ എല്ലാം അനുവദിച്ച് നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. 5000 കോടി രൂപ ഇതിനിടയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ചെലവുകൾക്ക് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യരംഗത്ത് തന്നെ പബ്ലിക് ഹെൽത്ത് സെൻ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആക്കി. ഒരു ഡോക്ടറോടൊപ്പം 3 ഡോക്ടറാക്കി. ഉച്ചവരെയുള്ള പ്രവർത്തനം നേരത്തെ വൈകുന്നേരം വരെ പ്രവർത്തന സമയമാണ്. അവിടെ അഡീഷണൽ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയോഗിച്ചു. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പൈസ വേണ്ടേ? ആ പൈസയ്ക്ക് വേണ്ടി ആരുടെ എന്തെങ്കിലും പുതിയ നികുതി പിരിച്ചോ? 6 വർഷക്കാലമായി 6 ബഡ്ജറ്റ് കേരള ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് അവതരിപ്പിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് സംസ്ഥാന ഗവൺമെൻറ് ആ ചെലവുകൾ ഇതിന് കൂടി വരുന്നു, അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കുറച്ച് നികുതി വേണമെന്ന് പറഞ്ഞ് നികുതി ചുമത്തിയോ? ഇതിനു മുമ്പ് ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ നമുക്ക് നെഞ്ചിരിപ്പ് വരും. തലേ ദിവസം അതുപോലെ നാളെ ഇനി ഏതൊക്കെ സാധനത്തിനാണ് വില കൂടുന്നതെന്ന് അറിയാൻ പറ്റില്ല. നികുതിയില്ലാത്ത ഒറ്റ ബഡ്ജറ്റ് വന്നിട്ടില്ല. എന്നാൽ ഈ 6 വർഷക്കാലത്തിനിടയിൽ GST വരുന്നതിന് മുമ്പ് പോലും കേരള ഗവൺമെൻറ് ജനങ്ങളെ പിഴിയാൻ നികുതി പിരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. പിന്നെങ്ങനെയാണ് ഈ ചെലവ് നടത്തുന്നത്? അപ്പോഴാണ് ഇവിടെ എന്തെങ്കിലും പലിശയ്ക്ക് ഇടം കിട്ടുന്നിടത്ത് വാങ്ങിച്ചിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത്. അതിന് മുൻകൈ എടുത്ത കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന് ഇപ്പോൾ ED നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്ത് കാര്യത്തിലാണ് തോമസ് ഐസക്കിനെ പ്രതി? അപ്പോൾ ആളുകളുടെ ഇത് അഴിമതി നടത്തി കാണും. ഫെമ നിയമം ലംഘിച്ചിരിക്കുന്നു. 3 വർഷമായില്ലേ ഇതൊക്കെ എടുത്തിട്ട് പോയിട്ട് പണം വാങ്ങിയിട്ട്. ആ 3 വർഷം വാങ്ങിയ പണം മുഴുവൻ റോഡും പാലവും പള്ളിക്കൂടമായിട്ട് ഇങ്ങനെ പകുതി തീർന്നതും പകുതിയായി കിടക്കുന്നതും പൂർത്തിയായതുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയല്ലേ. ഇവരിനി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് അതിനകത്തൊരു സ്തംഭനം ഉണ്ടാക്കിയാൽ ഇതെല്ലാം ഈ വികസന പ്രവർത്തനം വഴി കിടക്കില്ലേ? എന്ത് മര്യാദകെട്ട പ്രവർത്തനമാണ് നടത്തുക? EDയുടെ സ്വഭാവം എന്താ? സാമ്പത്തിക തിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അത് ഞങ്ങളാരും ഇതിനല്ല. ഞങ്ങളിപ്പോൾ കുറേ സ്ഥലത്ത് പോയി അതിലൊക്കെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഫലമായിട്ട് BJP അല്ലാത്ത കോൺഗ്രസ് നേതാക്കന്മാരെ, മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരെ ഓരോ സംസ്ഥാനത്തിനെ ഭരണം പിടിക്കുക, പാർട്ടി മാറാൻ ED ഉപയോഗിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് വെക്കുക. അപ്പണിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ സാധിക്കില്ല. അതിൻ്റെ പരീക്ഷണം നിങ്ങൾ നടത്തി നോക്കി. ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു.
ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് അല്ല കേരളത്തിലെ ഗവൺമെൻറ്. ഒരു MLA-യും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല ഈ ഗവൺമെൻറ് പിന്തുണ നടത്തുന്നു. നിങ്ങൾ പരീക്ഷിച്ച് നോക്കി, കോൺഗ്രസിൻ്റെ MLA-മാരെ വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചു, മറ്റ് പല പാർട്ടികളുടെ MLA-മാരെ വിലയ്ക്ക് വാങ്ങാൻ സാധിച്ചു, കേരളത്തിൽ സാധിക്കില്ല. അപ്പോഴാണ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ, അതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിലൂടെയാണ്, എയർപോർട്ട് മുഖേനയാണ്, വിമാനം വഴിയാണ് കൊണ്ടുവരുന്നത്. എയർപോർട്ട് ആരുടെ ഭരണത്തിലാണ്? കേന്ദ്രത്തിൻ്റെ ഭരണത്തിൽ. വിമാനത്താവളവും വിമാനങ്ങളും നിങ്ങളുടെ നിയന്ത്രണമാണ്. അത് പരിശോധിക്കാൻ, അവിടെ വരുന്ന ലഗേജുകൾ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആരുടെ കീഴിലാണ്? പിണറായി വിജയൻ്റെ കീഴിലാണ്? അതോ അമിത്ഷായുടെ കീഴിലാണ്? കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ്? കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ്. അവിടെ ഈ കള്ളക്കടത്താണ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. കള്ളക്കടത്ത് എന്താ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് പോകാത്ത? ദിവസേന സ്വർണം കൊണ്ടുവരുന്നതിന് പിടിക്കുന്നുണ്ടല്ലോ. UAE കോൺസുലേറ്റിൻ്റെ പേരിൽ വന്നപ്പോൾ ലഗേജ്, VIP ലഗേജ്, അതിൽ മുഖ്യമന്ത്രിക്ക് എന്താ കാര്യം? UAE കോൺസുലേറ്റ് ഇവിടെ അവരുടെ ഓഫീസിലേക്ക്, തിരുവനന്തപുരം ഓഫീസിലേക്ക് അവിടുത്തെ അറ്റാഷയുടെ പേരിൽ അയച്ച ലഗേജ്, അതിനകത്ത് സ്വർണ്ണമുണ്ട് എന്നൊരു ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചു. സാധാരണ അത് അങ്ങനെ ആരും പരിശോധിക്കാറില്ല. ആ കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്ക് പിറ്റേന്ന് നിങ്ങൾ നാഗ്പൂരിലേക്ക് മാറ്റിയില്ലേ, നാട് കടത്തിയില്ലേ? കണ്ടുപിടിച്ചതിൻ്റെ ശിക്ഷ. എന്നിട്ട് പറയാ അതിൽ സ്വർണ്ണമുണ്ടോ എന്ന് കണ്ടുപിടിച്ച ലഗേജ് വിട്ടുകൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എന്നെ ആരും വിളിച്ചില്ല, മുഖ്യമന്ത്രിയും വിളിച്ചില്ല, ഓഫീസും വിളിച്ചില്ല. അയാൾ നാട് കടത്തും. നിങ്ങൾ 2-3 വർഷക്കാലം സകല കരിയിലെയും ഇളക്കി പരിശോധിച്ചല്ലോ. എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ളവരെ, മുഖ്യമന്ത്രിയുടെ വീട്ടുകാരെ ഒക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ കഥകൾ മെനഞ്ഞ് പ്രചരിപ്പിച്ചിട്ടേ ഇരിക്കുകയല്ലേ. പല തുമ്പും കിട്ടിയോ? മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ എൻ്റെ കീഴിലുള്ളത് ക്രൈംബ്രാഞ്ചും വിജിലൻസും കേരളത്തിലെ പോലീസുമാണ്. അവരെ കൊണ്ട് ഈ കാശ് അന്വേഷിപ്പിച്ചാൽ നിങ്ങൾ പറയും അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ അവരെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് റിപ്പോർട്ട് എഴുതില്ല എന്ന ആക്ഷേപം വരും. അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. ഇവിടുത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്കോ ക്രൈംബ്രാഞ്ചിനോ കസ്റ്റംസിനോ കയറി പരിശോധിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികൾ ഏതുണ്ടെങ്കിലും ആ അന്വേഷണ ഏജൻസികളെല്ലാം കൊണ്ട് അന്വേഷിപ്പിക്കാം. മുഖ്യമന്ത്രി കത്തെഴുതി. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാതിരിക്കാമായിരുന്നല്ലോ. അവരിവിടെ വന്ന് ED വന്ന്, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു, NIA പരിശോധിച്ചു, സകല ആളിലും പരിശോധിച്ചു. 2 വർഷക്കാലം എൻ്റെ പിറകെ നടന്ന് പരിശോധിച്ചിട്ട് വല്ലതും കിട്ടിയോ? കിട്ടിയില്ല, മടങ്ങിപ്പോയി. എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ആ പണി നിർത്തിയില്ല. തെരഞ്ഞെടുപ്പ് വരുന്നവരെ ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണിയും തോൽപ്പിക്കാൻ പറ്റിയ ആയുധമാണിത്, കള്ളക്കടത്ത് കേന്ദ്രമാണ് മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്നൊക്കെ ഇടതടവില്ലാതെ പ്രചരിപ്പിച്ചു. പഞ്ചായത്ത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് അന്വേഷണം നടന്നു. ഗുണം കിട്ടിയോ? ഇല്ല. മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്കുകളും കോർപ്പറേഷനും ഇടതുപക്ഷ മുന്നണിക്ക്. 4 കോർപ്പറേഷനുണ്ട്. 4 കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി. ബ്ലോക്കുകളിൽ ഏതാനും ബ്ലോക്കുകൾ മാത്രമേ UDF കിട്ടൂ. പഞ്ചായത്തുകൾ മഹാഭൂരിപക്ഷം ഇടതുപക്ഷ മുന്നണി. ജനങ്ങൾ വിധി എഴുതി. ഇത് കള്ളപ്രചാരപരമാണ്, നുണപ്രചാരപരമാണ്. നിറം പിടിപ്പിച്ച നുണകൾ ഈ മാധ്യമങ്ങൾ എഴുതിവിടുന്നതാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് മതിയാക്കിയോ? ഇല്ല. തുടർന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയെ മാറ്റണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റാൻ ഒക്കില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എഴുതി. അവരുടെ ആവനാഴിയിലൂടെ എല്ലാ
ആയുധങ്ങളും പ്രയോഗിച്ച് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ താറടിക്കാൻ ശ്രമിച്ചു. എന്ത് സംഭവിച്ച്? നിയമസഭാ തെരഞ്ഞെടുപ്പിനും ജനങ്ങൾ പുച്ഛിച്ചു തള്ളി. മാധ്യമങ്ങൾക്കൊരു സത്യസന്ധതയും വിലയും സമൂഹത്തിലുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ഏതെങ്കിലും വരുന്നെങ്കിൽ അത് ശരിയായിരിക്കും, സത്യമായിരിക്കും എന്നുള്ള പഴയ ധാരണ നിങ്ങൾ തിരുത്തിച്ചു ജനങ്ങളുടെ ഇടയിൽ. മാധ്യമങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, നുണയെ പറയൂ, വസ്തുതകൾ വളച്ചൊടിക്കലാണ് അവരുടെ ജോലി എന്ന് ജനങ്ങൾ രണ്ടാമത് തീരുമാനിച്ചു. 92 സീറ്റുണ്ടായിരുന്ന LDFന് ഈ ആക്ഷേപങ്ങളും പ്രചരണങ്ങളും നിരന്തരമായി നടത്തി ഈ പശ്ചാത്തലം നടക്കുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 21-ൽ 99 സീറ്റ് നേടി LDF തിരിച്ചു വന്നു. ഈ EDയുടെയും NIAയുടെയും കസ്റ്റംസിൻ്റെയും ഒക്കെ അന്വേഷണവും മാധ്യമങ്ങളുടെ പരിശ്രമവും എല്ലാം ജനങ്ങൾ പരാജയപ്പെടുത്തി. എന്നാലെങ്കിലും മതിയാക്കില്ല. അത് ആ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകളുടെ താല്പര്യമാണ്, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. ആ കോർപ്പറേറ്റുകളുടെ നയങ്ങൾക്കെതിരായി, നിലപാടുകൾക്കെതിരായി, രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുന്നതിനെതിരായി ഒരു നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകൾക്കെല്ലാം എതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ ഉടമകളുടെ താല്പര്യം മാധ്യമങ്ങളിലൂടെ കൊണ്ടുവരിക. ജനങ്ങൾ കാശ് കൊടുത്ത് പത്രങ്ങളുടെ വരിക്കാരാകും, പത്രം വാങ്ങിക്കുക. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പാമ്പിനെ വാങ്ങണം, വിഷം വാങ്ങലാണ്. അത് ആളിന് തിരിച്ചറിയേണ്ടി വരും. ഈ കടലാസ് വാങ്ങണം. അതുപോലെ ചാനലുകൾ, ഏതെങ്കിലും ഒരു ചാനൽ ഈ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് മറ്റു ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങളെക്കുറിച്ച് ഒരു വാചകം പറയാറുണ്ട്. എല്ലാ ദിവസവും ഈ ഗവൺമെൻറ്റിനെ തളർത്താൻ, ജനങ്ങളിൽ നകറ്റാൻ ഉള്ള പരിശ്രമം. അതും ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുഭവപ്പെടുന്നു. ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു കണ്ണിനെ 21 കള്ളക്കടത്ത് കേസിലെ പ്രതിയെ, അവിടെ ഒരിക്കലും ഇടതുപക്ഷങ്ങളുടെ ആളായിരുന്നില്ല. RSSൻ്റെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി 40,000 ശമ്പളവും കാറും കൊടുത്ത് അവിടെ മെഗഫോണായി നടന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റെടുക്കുകയാണ്. ഈ ഗവൺമെൻറ് തടുത്താമോ? അങ്ങനെ വാടിപ്പോണതാണോ ഈ ഗവൺമെൻറ്? ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുണ്ട്. അതും കേട്ടുകൊണ്ട് UDF ദിവസേന ജാഥയും പ്രചരണവും പോലീസുമായി ഏറ്റുമുട്ടലും കളക്ടറേറ്റ് ജാഥ, മുഖ്യമന്ത്രിയെ വഴി തടയുക, കരിങ്കൊടി കാണിക്കുക, പ്രതിഷേധം നടത്താനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും ഞാനും കുറ്റം പറയുന്നുണ്ട്. ഇതൊക്കെ നടത്തിയവരാണ് ഞങ്ങൾ. പക്ഷേ ന്യായമായ ഒരു കാരണം വേണം. ED ഇപ്പോൾ ഇത് അന്ന് EDയുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിച്ച് 2 വർഷം ഇവിടെ മെനക്കെട്ട് നടന്നിട്ട് ഒരു തുമ്പം കിട്ടാതെ മടങ്ങി കളഞ്ഞിട്ട് പോയി. ആ EDയുടെ മുമ്പിൽ ഇപ്പോഴും സ്വപ്ന സുരേഷിന് പാതകതീലമായിട്ട് നിൽക്കുകയാണ്. സ്വപ്ന സുരേഷിനോട് ED ചോദിച്ചു, നിങ്ങൾ അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വല്ലതും കൊണ്ടോ? ഇപ്പോൾ ആകെ കൂടുതൽ പറഞ്ഞ ഒരു ബിരിയാണി ചെമ്പിൻ്റെ കഥയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ബിരിയാണി ചെമ്പ് കൊണ്ട് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ക്ലിഫ് ഹൗസല്ലേ, സർക്കാർ മന്ദിരമല്ലേ, അവിടെ ബിരിയാണി വയ്ക്കാനുള്ള ചെമ്പ് വാങ്ങണമെങ്കിൽ സർക്കാർ കാശ് കൊടുത്ത് വാങ്ങാമല്ലോ. ആ ചെമ്പിലൂടെ സ്വർണം കൊണ്ടുവന്നോ? അറ്റാഷയുടെ വീട്ടിൽ ജവഹർ നഗർ തൊട്ടടുത്തുള്ളത് ആ സ്ഥലത്താണ് അറ്റാഷയുടെ താമസം, അവിടെ നിന്ന് കൊണ്ട് കൊടുത്തെന്നല്ലേ. പിന്നെ ഇവിടുന്ന് ഡാളർ കടത്തിക്കൊണ്ട് പോയെന്നല്ലേ. ഡാളർ കടത്തിയങ്ങൾ ഇവൾ കണ്ടെങ്കിൽ കണ്ടിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല? ഇവളെ അറസ്റ്റ് ചെയ്യണ്ടേ? നിനക്കറിയാമായിരുന്നില്ലേ എന്നാ കടത്തിയേ? നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ചെയ്യുന്നതിന് പകരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് കേരളത്തിൽ 3.5 കോടി മലയാളികളെ രക്ഷിക്കാൻ, കേരളത്തെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി രാപകലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയും അതിൻ്റെ തലവനെയും ആക്ഷേപിക്കുക എന്ന പണിയിലാണ്
പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മെഗഫോണായി പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങൾ. 3 മുന്നണിയാണ് നമ്മളിപ്പോൾ നേരിടേണ്ടത്. 1 LDFിൻ്റെ BJPയുടെ മുന്നണിയെ, 2 കോൺഗ്രസിൻ്റെ UDFിനെ, 3 മാധ്യമങ്ങളുടെ മുന്നണി. ഇവരെ 3 ആളുകൾ ചേർന്നിട്ടാണ്. പക്ഷെ ഇവർ 3 ആൾക്കാരും ഒരുമിച്ച് നിന്നാലും ജനങ്ങളുടെ ഇച്ഛാശക്തി നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കില്ല. ജനങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. അവർ ഈ കാണുന്നു ഇന്ത്യ രാജ്യത്തെ സ്ഥിതി, മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി, ലോകത്തിൻ്റെ സ്ഥിതി, കേരളത്തിലെ അവർക്ക് അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ, ഇതെല്ലാമുള്ള തിരിച്ചറിയാനുള്ള കഴിവുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. വിഡ്ഢികളാണെന്ന് ധരിച്ചതായി ആ പ്രചാരം. എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സകല സമ്പത്തും കണ്ട വിലയ്ക്ക് തൂക്കിവിറ്റ് കമ്മീഷൻ വാങ്ങുന്ന ഒരു ഭരണകൂടം കേന്ദ്രത്തിലിരിക്കുന്നു. ആ നിലപാട് അത് നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആക്ഷേപമുണ്ടോ ആർക്കെങ്കിലും? രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ഒന്നുമില്ലാത്തൊരു രാജ്യം എന്നെയും നിങ്ങളെയും ചരിത്രം പഠിപ്പിച്ചതാണ്. ചവച്ചു തുപ്പിയ കരിമ്പിൻ തൊണ്ട് പോലെ അവശേഷിച്ചതാണ് ഇന്ത്യ. സ്വത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ഊറ്റിക്കൊണ്ടുപോയി. അന്ന് 34 കോടി 40 ലക്ഷം ജനങ്ങളാണുള്ളത്. 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ അവർക്ക് പോലും ഭക്ഷണമില്ലായിരുന്നു. 40 ലക്ഷത്തിലധികം ആളുകളാണ് പട്ടിണി കിടന്ന് മരിച്ചത് ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഫലമായി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ. അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രധാനവുമായ കടമ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കലാണ്, ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കലാണ് എന്ന് കരുതി. ഇവിടെയൊക്കെ ഇപ്പോൾ അതിനുള്ള ഒരു വകുപ്പ് നമ്മുടെ കയ്യിലില്ല. മരുഭൂമിയായി കിടക്കുന്ന ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഭരിച്ച കാലം മുഴുവൻ ഇവിടെ ഗോതമ്പും നെല്ലും കൃഷി ചെയ്യാനല്ല അവൻ താല്പര്യപ്പെടുത്തത്. ചരസും കഞ്ചാവും പുകയിലയും കൃഷി ചെയ്ത് ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങൾ കയറ്റുമതി ലാഭം ഉണ്ടാക്കാനാണ്. അവൻ പോയപ്പോൾ കഞ്ചാവ് കൃഷി ചെയ്തെടുത്ത്, പുകയില കൃഷി ചെയ്തെടുത്ത്, അരിയും നെല്ലും ഗോതമ്പും വെച്ച് പിടിപ്പിക്കണമെങ്കിൽ, മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ വിളച്ച് പിടിപ്പിക്കണമെങ്കിൽ അതിന് ഈ മണ്ണൊഴുക്കിയെടുക്കണം. ജലസേചന സൗകര്യം വേണം. മരുഭൂമിയാണ് ഇന്ത്യ എന്ന മഹാഭൂരിപക്ഷം പ്രദേശം. ആ മരുഭൂമിയിലേക്ക് നമ്മുടെ നദിയിലുള്ള ജലം കൊണ്ടുപോകണമെങ്കിൽ ജലസേചന സൗകര്യത്തിന് അണക്കെട്ട് വേണം. പണമില്ല. അന്നും ഇന്നും ലോകത്തെ സമ്പന്നനെന്ന് പറയുന്ന അമേരിക്കയുടെ മുമ്പിലേക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭിക്ഷാപാത്രമായി പോയി. ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി, കോളനി ഭരണം അവസാനിപ്പിച്ചു. പക്ഷെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കണം. നമുക്ക് ഭൂമിയുണ്ട്, ഭൂമി മരുഭൂമിയായി കിടക്കുകയാണ്. ജലസേചന സൗകര്യമില്ല. ജലസമ്പത്തുണ്ട്. കൃഷ്ണയും ഗോദാവരിയും ബ്രഹ്മയും ഗംഗയും ഒക്കെ നമുക്കുണ്ട്. ആ നദിയിലെ ജലം മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൃഷിഭൂമിയാക്കണം. അതിനൊരു അണക്കെട്ട് നിർമ്മിക്കാൻ നിങ്ങൾ സഹായിക്കണം. അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ട് അഭ്യർത്ഥിച്ചു. വ്യാവസായികമായി പിന്നോക്കമാണ് ഇന്ത്യ. വ്യാവസായിക വളർച്ച ഉണ്ടാകണമെങ്കിൽ ഉരുക്ക് നിർമ്മാണശാല വേണം. അത് നിങ്ങളൊരു ഉരുക്ക് നിർമ്മാണശാലയ്ക്കുമുള്ള സാങ്കേതിക വൈദഗ്ധ്യവും സമ്പത്തും തരണം. രണ്ടും കേട്ടിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് നിഷ്കരണം തൻ്റെ അപേക്ഷ നിരസിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. ആ അമേരിക്കൻ സാഹിബിൻ്റെ കാലിനക്കാരാണ് ഇന്ത്യൻ ഭരണാധികാരികൾ നടന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന കാലം നടന്നില്ല. ഇപ്പോഴൊക്കെ നടക്കുന്നത് അവരുടെ നയം നടപ്പാക്കാൻ. അമേരിക്ക എന്നും ഇന്ത്യയുടെ ശത്രുവാണ്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടുത്ത വിമാനം കയറി സോവിയറ്റ് യൂണിയൻ്റെ അടുക്കിലേക്ക് പോയി. സോവിയറ്റ് പ്രധാനമന്ത്രിയെ കണ്ടു. ഇതേ അഭ്യർത്ഥന അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചു. ഞങ്ങളുടെ രാജ്യം ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. കാർഷികോത്പാദനം വർദ്ധിപ്പിക്കാൻ, ജലസേചന സൗകര്യം ഉണ്ടാക്കാൻ, ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പണവും സാങ്കേതിക വിദഗ്ധന്മാരെയും തരണം. ഇത് രണ്ടും ഞങ്ങൾക്കില്ല. അതുപോലെ വ്യാവസായിക വളർച്ചയ്ക്ക് ഒരുക്ക നിർമ്മാണശാലയ്ക്കുള്ള സഹായവുമാണ്. സോവിയറ്റ് പ്രധാനമന്ത്രി അതെല്ലാം സാഗൂതം കേട്ടിട്ട് നെഹ്റുവിൻ്റെ പുറത്ത് എത്തിയിട്ട് പറഞ്ഞു, താങ്കൾ പൊയ്ക്കൊള്ളൂ, ഈ രണ്ട് കാര്യവും ഞങ്ങൾ നിർവഹിച്ചേക്കാം.
അങ്ങനെ ഉണ്ടായതാണ് ഫക്രാനങ്കൽ, ദുർഗാപുരം സ്റ്റീൽ പ്ലാന്റുകൾ. ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക വളർച്ചയ്ക്ക് സഹായിച്ച ഏക രാജ്യം സോവിയറ്റ് യൂണിയൻ. ഇന്ന് 140 കോടി ജനങ്ങൾക്കുണ്ടാകുന്ന ഭക്ഷിക്കാനുള്ള ഭക്ഷ്യസാധനം ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നത്. വേണ്ടി വന്നാൽ കയറ്റുമതി ചെയ്യാനും ഭക്ഷ്യസാധനമുണ്ടെന്നാണ് നരേന്ദ്രമോദി പറയുക. എങ്ങനെ ഉത്പാദിപ്പിച്ചു? ആരാണ് ഉത്പാദിപ്പിച്ചത്? ഏതെങ്കിലും കോർപ്പറേറ്റിൻ്റെ സമ്പത്ത് കൊണ്ടാണോ? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ 4 മുതലാളിമാരാണ് കേട്ടത്, കുത്തക മുതലാളിമാർ: ടാറ്റ, ബിർള, ഗോയങ്കോ, ഡാൽമിയ. അതിന് ഏറ്റവും വലിയ മുതലാളി ടാറ്റ. അയാളുടെ സ്വത്തൊന്ന് 30 കോടിയാണ്. മറ്റുള്ളതൊക്കെ അതിനേക്കാൾ ജൂനിയേഴ്സ്. ആ 30 കോടി രൂപ കൊണ്ടാണോ ഇന്നത്തെ ഇന്ത്യ ഉണ്ടാക്കിയത്? അതോ കോടാനുകോടി മനുഷ്യർ, തൊഴിലാളികളും കൃഷിക്കാരും അധ്വാനിച്ചുണ്ടാക്കിയതാണോ ഇന്നത്തെ ഇന്ത്യ? തൊഴിലാളിയുടെ അധ്വാനമാണ്, അവൻ്റെ അധ്വാനമാണ് സമ്പത്ത്. ആ അധ്വാനമാണ് അവൻ്റെ മൂലധനം. ആ തൊഴിലാളിയുടെ അധ്വാനമാകുന്ന മൂലധനം ഉപയോഗിച്ച് മൂലധനം മുടക്കി ഉണ്ടാക്കിയതാണ് ഇന്നത്തെ ഇന്ത്യ. പട്ടിണി കിടക്കാതെ ഭക്ഷ്യസാധനം കിട്ടുന്ന ഇന്ത്യ. അതിനുവേണ്ടി വേറെ പലരും പണം മുടക്കിയോ? ഭരിക്കാൻ വന്ന മന്ത്രിമാരാരുടെയെങ്കിലും കുടുംബസ്വത്ത് കൊണ്ടുവന്ന് മുടക്കിയോ? മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ ഇല്ല. ഞാനീ പറഞ്ഞ തൊഴിലാളികളുടെ അധ്വാനമാകുന്ന മൂലധനം, ചോരയും നീരും നൽകി ഈ മണ്ണിനടിയിൽ കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ അവൻ ജീവൻ പണയം വെച്ച് ഖനനം ചെയ്തെടുത്തതാണ്. ഉരുക്ക് നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ അയണോർ, ഇരുമ്പയർ മണ്ണിനടിയിലാണ്, ഭൂമിക്കടിയിൽ. അത് ദിവസങ്ങളോളം അവിടെ പോയി ആ ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്ത അയണോർ കൊണ്ടുവന്ന് ഉരുക്ക് നിർമ്മാണശാലയിൽ കൊണ്ടുവന്നാണ് ഈ നിർമ്മാണത്തിനാവശ്യമായ കമ്പി, സ്റ്റീലും ഒക്കെ ഉണ്ടാക്കിയത്. വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ സംഭാവന ചെയ്തു. രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിന് ഇന്നും വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 60% കൽക്കരി താപനിലയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. വെളിച്ചത്തിരിക്കുന്നത് അതിനുള്ള വിഭവം ഇതിൻ്റെ മണ്ണിനടിയിലാണ്, ഭൂമിക്കടിയിലാണ് കൽക്കരി. ആഴ്ചകളോളം ഭൂമിക്കടിയിൽ പോയി കൽക്കരി കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് താപനിലയങ്ങളിൽ കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, തീവണ്ടി ഓടിക്കാൻ, വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാൻ ജീവൻ നൽകിയവൻ തൊഴിലാളിയാണ്. അവൻ്റെ അധ്വാനമാണ്. ആ അധ്വാനം കൊണ്ടുണ്ടായതാണ് ഇന്നത്തെ ഇന്ത്യ. എന്നിട്ട് നാക്കെടുത്താൽ എല്ലാവരും കൂടി ചേർന്ന് തൊഴിലാളിയെ ആക്ഷേപിക്കലാണ് ഒരു ജോലിയായി എടുത്തിരിക്കുന്നത്. ചുമട്ട് തൊഴിലാളിയെ ആക്ഷേപിക്കുക, മറ്റു പണിയെടുക്കുന്നവരെ അവനൊന്നും പണി ചെയ്യുന്നില്ല. പിന്നെ ആര് പണിയില്ല ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇന്ന് കാണുന്ന ഇന്ത്യ, ഇന്ന് കാണുന്ന കേരളം ആരുടെ അധ്വാനം? തൊഴിലാളിയുടെ അധ്വാനമാണ്. ആ തൊഴിലാളിയെ പുച്ഛിക്കുക, ആക്ഷേപിക്കുക, കൂലി ചോദിച്ചാൽ കുറ്റം, ജോലി സ്ഥിരത വേണമെന്ന് പറഞ്ഞാൽ കുറ്റം. എന്ന് കിട്ടുന്ന കൂലി പോരാ, കുട്ടികളെ വളർത്താൻ നിവൃത്തിയില്ല, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, അല്പം കൂടെ കൂലി വേണമെന്ന് പറഞ്ഞാൽ വലിയ അപരാധം. ആ ഉൽപ്പാദിപ്പിച്ച സമ്പത്താണെന്ന് കാണുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അതെല്ലാം കണ്ട വിലയ്ക്ക് വിൽക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഭരിക്കുന്നവർ. ഇതെല്ലാം വെച്ചാൽ ഇനി രാജ്യത്തെ ജനങ്ങൾക്ക് എന്തുണ്ട്? ഇതെല്ലാം വാങ്ങാനുള്ള ശേഷി ഇന്ത്യൻ കാർപ്പറേറ്റുകൾ നേടിയെടുത്തിട്ടുണ്ട്. നമ്മളൊരു അന്നൊന്നും കേട്ടിട്ടില്ലാത്ത കുറേ മുതലാളിമാർ, കാർപ്പറേറ്റുകൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. അംബാനി, അദാനി, ലളിത് മോഡി, കുറേ പേരുടെ മറ്റു പേരുടെ പേരൊന്നും ഞാനിപ്പോൾ സൂചിപ്പിക്കില്ല, ഒരു പട്ടികയുണ്ട്. വിരലിലെണ്ണാവുന്നവരാണവർ. രാജ്യത്തെ ജനങ്ങൾ അധ്വാനിച്ച സമ്പത്ത് മുഴുവൻ അവൻ്റെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിന് കൂട്ടുനിൽക്കുകയാണ് ഭരണകൂടം. ഓക്സ്ഫോ എന്ന് പറഞ്ഞൊരു ഏജൻസി എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയും സമ്പത്ത് കുന്നുകൂടുന്നതിൻ്റെ കണക്കുകൾ ശേഖരിക്കാറുണ്ട്. ആ ഏജൻസി ഇന്ത്യയെക്കുറിച്ച് 2022 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച കണക്കിൽ പറയുന്നത്
ഇന്ത്യയിലെ 70% വരുന്ന 93 കോടിയിൽ വരുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തിൻ്റെ 4 ഇരട്ടി 1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 1% വരുന്ന ശതകോടീശ്വരന്മാർ. മോഡി വരുമ്പോൾ 42 കോർപ്പറേറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പം 142 ശതകോടീശ്വരൻ. ഈ പുതിയ നയം, നവലിബറൽ നയങ്ങൾ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിൽ 3 ശതകോടീശ്വരന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ കയ്യിലാണ് ഇന്ത്യൻ സമ്പത്തിൻ്റെ 70% വരുന്ന ജനസംഖ്യയ്ക്ക് അവകാശപ്പെട്ട സമ്പത്തിൻ്റെ 4 ഇരട്ടി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. സമ്പത്തില്ലായ്മയാണോ? അല്ല. രാജ്യത്തെ ജനങ്ങൾ ഉത്പാദിച്ച സമ്പത്ത് മുഴുവൻ കൂടി കോർപ്പറേറ്റ് കയ്യിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തെ 730 കോടി ജനങ്ങളാണ്. ഈ വർഷം, ഈ നൂറ്റാണ്ട് കഴിയുമ്പോൾ അത് 800 കോടിയാവും. ആ ജനസംഖ്യയിൽ 60% വരുന്നവർക്ക് അവകാശപ്പെട്ട സമ്പത്ത് 2249 ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ്. അപ്പോൾ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ശതകോടീശ്വരന്മാരുടെ കയ്യിൽ കേന്ദ്രീകരിക്കാം. സൗകര്യം കൊടുക്കുന്ന ഭരണ നയം, ആ നയത്തിനെതിരായ പോരാട്ടം വിജയിച്ചാലല്ലാതെ അർത്ഥപഠിണിക്കാരായി കഴിയുന്ന തൊഴിലാളികൾക്ക് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. തൊഴിലില്ലാതെ അലഞ്ഞു തിരിയുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് തന്നെ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതരുടെ സംഖ്യ ഇന്ത്യയിൽ പെരുകിപ്പെരുവാണ്. രാജസ്ഥാനിൽ അഭ്യസ്തവിദ്യരായവരുടെ സംഖ്യ മാത്രം എടുത്താൽ 37% കടന്നിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ സ്ഥിതിയാണ്. അതിൽ കുറവുള്ളൊരു സംസ്ഥാനം ഇപ്പോൾ കേരളമാണ്. അവിടെ കണക്കനുസരിച്ച് ഇവിടെ ഇല്ലാത്തവർ, തൊഴിലില്ലാത്തവരുണ്ട്, ഇല്ലെന്നല്ല. ആ അഭ്യസ്തവിദ്യ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അതിനെല്ലാം ഇതുവരെ നമ്മൾ സ്വീകരിച്ച നിലപാടുകളുടെ ഫലമായി നമ്മൾ അതിനുവേണ്ടി വലിയ മുതൽ മുടക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടില്ല. ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക പരിരക്ഷ നൽകി. അതുകൊണ്ട് ആയുർദൈർഘ്യം, മരണനിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളം. ഇന്ത്യയിൽ ജനിച്ചൊരു മനുഷ്യൻ്റെ ശരാശരി ആയുർദൈർഘ്യം 64 വയസ്സ്. കേരളത്തിലത് 74. 2.5 വയസ്സ് കൂടുതലാണ് സ്ത്രീകൾക്ക്, 76. ഇത് ലോക റെക്കോർഡാണ്. അമേരിക്കയോ ബ്രിട്ടനോ ഗൾഫ് നാടുകളോ ഈ ശരാശരി ആയുർദൈർഘ്യത്തിലെത്തിയിട്ടില്ല. കേരളം അതിന് മുമ്പിലാണ്. എന്നാൽ ഇവിടെ പറയുന്ന 76 74 വയസ്സിലോ ആണോ ഇപ്പോൾ ഇവിടുത്തെ മരണനിരക്ക്? മരിച്ച വീട്ടിൽ നിന്ന് അന്വേഷിക്കൂ. അമ്മാവന് എത്ര വയസ്സായി? 93, 95, 98. എങ്ങനെയാണ് നീണ്ടത്? യമൻ വന്ന് വിളിച്ചാൽ യമനോട് പറയാ, നിൽക്കുക, ഞാനെന്നാ ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ. കൈ കൊട്ടിയാൽ ഒരു ഡോക്ടറെ കിട്ടും. ഇവിടെ വീട്ടിനടുത്തൊരു ആശുപത്രി ഉണ്ടാവും. പഞ്ചായത്ത് ആശുപത്രിയോ താലൂക്ക് ആശുപത്രിയോ ജില്ലാ ആശുപത്രിയോ ആശുപത്രിയോ മെഡിക്കൽ കോളേജിലോ അവിടെ പോയി ആയുസ് നീട്ടിക്കിട്ടാനുള്ള ചികിത്സ നടത്താനുള്ള സൗകര്യമുള്ള നാട് ഈ കേരളം. അതുകൊണ്ട് ആയുർദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം കേരളം. അപ്പോൾ ഇവിടെ ഈ ആശുപത്രിയിലൊക്കെ ഈ സൗകര്യം കൊടുക്കണമെങ്കിൽ അതിനുള്ള സ്റ്റാഫിനെ നിയമിക്കണം, മരുന്ന് വേണം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ഉണ്ടാക്കണം, അതിന് പണം മുടക്കണം. അത് ഞങ്ങളെ സഹായിക്കണ്ടേ? കേന്ദ്രം ഇപ്പം എന്താ ചെയ്യുക? കേരളത്തിൽ ഇതിനെല്ലാം വിഹിതം കുറയ്ക്കുക. നിങ്ങളിവിടെ ആരോഗ്യരംഗത്ത് നിങ്ങൾ മുമ്പിലാണ്. ഇവിടെ ഇനി നിങ്ങൾക്ക് കാശ് വേണ്ട. അതിപ്പോൾ ഒരു പിശകായിപ്പോയോ? ആ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾ പണിയെടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ നിങ്ങൾ കാശ് തരണ്ടേ? മറ്റു സംസ്ഥാനം കൊടുക്കുന്ന വീതം ഞങ്ങൾക്ക് തരണ്ടേ? തരില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഈ വർഷം 1.25 ലക്ഷം കുട്ടികളാണ് സർക്കാർ സ്കൂളിൽ പുതുതായി വന്നു ചേർന്നിരിക്കുന്നത്. 1.25 ലക്ഷം.
ഒരു കാലത്ത് UDF-ന്റെ കാലത്ത് സർക്കാർ പള്ളിക്കൂടത്തിൽ കുട്ടികളെ വിടില്ലായിരുന്നു. അവിടെ പോയാൽ തോറ്റുപോകും, പഠിത്തമില്ല. എന്നെല്ലാം പോയ മച്ചാനെല്ലാം തിരിച്ചു വരികയാണ്. അന്നയുടെ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ പോയതൊക്കെ അവിടുത്തെ ഫീസും ഡൊണേഷനും നിവർത്തിയില്ലാതെ, മാത്രമല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇവിടെയും ലഭിക്കും സർക്കാർ സ്കൂളിൽ. പോയതെല്ലാം തിരിച്ചു വരിക. ലക്ഷക്കണക്കിന് കുട്ടികൾ വന്ന് പഠിക്കാൻ സർക്കാർ സ്കൂളിൽ വരുന്ന ഇവിടെ സൗജന്യ വിദ്യാഭ്യാസം, ഫീസ് കൊടുക്കണ്ട, യൂണിഫോം ഫ്രീ, ഭക്ഷണം കൊടുക്കും, സാർവത്രികവും സൗജന്യമായ വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പാക്കിയതിൻ്റെ ഫലമായി സാക്ഷരതയിൽ നമ്പർ 1 മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കളുടെ നമ്പർ ഇങ്ങനെ പെരുകി വരികയാണ്. അവർക്ക് തൊഴിൽ കണ്ടെത്തലാണ് പുതിയ ബാധ്യത. ഇപ്പോൾ അവർ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി ഇവിടുത്തെ വിദ്യാഭ്യാസം കൈമുതലായി തൊഴിൽ തേടിയാണ് ജീവിക്കുന്നത്. അവർ ഈ യോഗ്യതയ്ക്കനുസൃതമായ തൊഴിൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യണം. അമേരിക്കയിൽ പോകാതെ, കാനഡയിൽ പോകാതെ, ആസ്ട്രേലിയയിൽ പോകാതെ, ബ്രിട്ടനിൽ പോകാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ബ്രിട്ടനിലെ ജോലി, അമേരിക്കയിൽ ജോലി ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ പഠിച്ചു. ഈ പത്തനംതിട്ട ജില്ലയിലുള്ളവരെല്ലാം മിക്കവാറും വിദേശത്തെ അഭ്യർത്ഥിതരായ ആൾക്കാർ പോയിട്ടുണ്ട്. അവരെല്ലാം ഈ കാലത്ത് തിരിച്ചു വന്നു. ഇവിടെ ഒഴിഞ്ഞു കിടന്ന വീടുകളെല്ലാം തുറന്നവർ താമസം തുടങ്ങി. കാരണം അവിടുത്തെ ജോലി ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. ആ സാങ്കേതിക വളർച്ച, ആ സാങ്കേതിക വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം കേരളത്തിൽ ലഭ്യമാക്കാൻ, ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ജോലി കിട്ടാൻ, ഈ ഉന്നത അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലും അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന വിദ്യാഭ്യാസം തന്നെ ഇവിടെ പഠിപ്പിക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് കേരള ഗവൺമെൻറ്. ആ രാജ്യങ്ങളുടെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ പഠിക്കാൻ വരണം. ആ കാഴ്ചപ്പാടോടുകൂടി അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്, 25 വർഷം കഴിയുമ്പോഴുള്ള കേരളം ഇന്നത്തെ കേരളമായിരിക്കില്ല. ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന ഒരു നാടായി കേരളം മാറും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരോഗ്യരംഗത്ത് നമ്മൾ നമ്പർ 1. പബ്ലിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു, ഭരണ മികവിൽ നമ്പർ 1. ISROയുടെ മുൻ ചെയർമാനായിരുന്ന കസ്തൂരി രംഗനാണ് പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഭരണ മികവിൽ നമ്പർ 1. സാക്ഷരതയിൽ നമ്പർ 1, ആയുർദൈർഘ്യത്തിൽ നമ്പർ 1, പ്രസവത്തോടനുബന്ധിച്ച് ശിശുക്കൾ മരിക്കുന്നതിൽ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ 1060 കുട്ടികൾ മരിക്കും പ്രസവിക്കും. മറ്റിടത്തൊക്കെ മധ്യപ്രദേശിൽ 50, രാജസ്ഥാനിൽ 55, ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ കേരളത്തിൽ എത്ര? 6. അതിൽ നിങ്ങൾക്കൊരു പങ്കുണ്ട്. നിങ്ങൾ ഗർഭിണികളായ സ്ത്രീകളുടെ ഉള്ള വീടുകളിൽ പോയി അവരുടെ പ്രസവിക്കുന്നവരെയുള്ള പരിചരണത്തിൽ, ഉപദേശങ്ങൾ നൽകുന്നതിൽ ഒക്കെ ശ്രദ്ധിക്കുന്നവരായി നിയോഗിക്കപ്പെട്ട ആ പ്രവൃത്തി നടത്തുന്നവരാണ് നിങ്ങൾ. കുട്ടികളുടെയും ഗർഭിണികളുടെയും കാര്യത്തിൽ എല്ലാ വീടുകളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി സമയമൊന്നുമില്ല. അങ്ങനെയുള്ള വീടുകളൊക്കെ നിങ്ങൾ സന്ദർശിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കൂടെ പ്രവർത്തനത്തിൻ്റെ ഗുണഫലമാണ് ഈ ആയുർദൈർഘ്യത്തിലും ശിശുമരണ നിരക്ക് കുറവിലും പ്രസവിക്കുന്ന കുട്ടികൾ, ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രസവിക്കുന്ന കുട്ടികൾ ആവശ്യത്തിന് തൂക്കമില്ലാതെ പോഷകാഹാരക്കുറവ് മൂലം ഭൂമിക്ക് ഭാരമായി ജനിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. കേരളത്തിൽ അത്തരം കുട്ടികൾ ജനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ജനിക്കുന്നത്? കുട്ടികൾക്ക് ജന്മം നൽകുന്ന അച്ഛനമ്മമാരുടെ ആരോഗ്യം പ്രശ്നമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച മിനിമം കൂലി എത്ര? ഇന്ത്യയിൽ ദേശീയ മിനിമം കൂലി ഒരു ദിവസം പണിയെടുത്താൽ 202 രൂപ.
അത്ഭുതപ്പെട്ടു പോയി. 202 രൂപയോ? അപ്പോൾ ഞങ്ങൾ വലിയ വിമർശനം ഉയർത്തി CITU. ഇവിടെ കേരളത്തിൽ പണിയെടുത്താൽ 500, 600, 700, 800 രൂപ കിട്ടും ഒരു ദിവസം പണിക്ക് പോയാൽ. ഞങ്ങൾ 202 രൂപ കൊടുത്താൽ മതി എന്ന് ദേശീയ മിനിമം വേതനം പ്രഖ്യാപിച്ചാൽ. അപ്പോഴാണ് മോഡിയുടെ അഭിപ്രായം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു ദിവസം പണിയെടുത്താൽ 145, 150, 155, 165, 175 കൂലി ഉള്ളു. അവിടെ ഞങ്ങൾ 202 ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പോരെ, ഈ 145, 155 രൂപ കൂലി കിട്ടുന്ന ഒരു തൊഴിലാളി സ്ത്രീ എന്ത് വാങ്ങി തിന്നിട്ടാണ് ഈ കുഞ്ഞിന് ജന്മം നൽകുന്നത്? അവൾ പ്രസവിക്കുന്ന കുട്ടി ഈ സൈസല്ലാതെ വേറെ സൈസല്ല, ഭൂമിക്ക് ഭാരമായിട്ടല്ലാതെ. അതല്ല കേരളം. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ കേരളത്തിലെ കുട്ടികൾക്ക് തൂക്കക്കുറവില്ല, പോഷകാഹാരക്കുറവില്ല ജനിക്കുന്ന കുട്ടികൾ. അപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതിലൊക്കെ നിങ്ങൾക്കൊരു പങ്കുണ്ട്. നിങ്ങൾ ആരോഗ്യരംഗത്ത് നിയോഗിക്കപ്പെട്ടവരാണ്. ആരോഗ്യവകുപ്പിന് കീഴിൽ എന്ത് പണി വന്നാലും നിങ്ങളെ പിടിച്ചേൽപ്പിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലം നോക്കിയിട്ടല്ല നിങ്ങൾ പണിയെടുക്കുന്നത്. വെല്ലുവിളികൾ വരുമ്പോൾ മറ്റെല്ലാവരും അടച്ചിരിക്കുന്ന മുറിയെ തുറന്നകത്ത് കയറിയവർക്ക് സേവനം നൽകാനുള്ള വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നതാണ് ആ പരിരക്ഷയിൽ. ഞാൻ സൂചിപ്പിച്ചു വന്ന രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എടുത്തു നോക്കുമ്പോൾ കേരളം ഇങ്ങനെയായത്. കേരളത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക്, പണിയെടുക്കുന്ന ജീവനക്കാർക്ക് സുപ്രധാനമായ റോളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ തക്ക വരുമാനം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യം ഞങ്ങൾക്ക്. അപ്പോൾ രാജ്യത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഇനി നമ്മൾ കുറേ മനുഷ്യന് മാത്രമേ വിൽക്കാനുള്ളൂ. അത് വിൽക്കുന്നതിന് മുമ്പ്, നമ്മളെയും കൂടെ വിൽക്കുന്നതിന് മുമ്പ് സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതുണ്ട്. നിങ്ങൾ മാത്രമല്ല, രാജ്യത്താകമാനമുള്ള ജനങ്ങൾ രാജ്യത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഞാനോ നിങ്ങളുടെ സ്വപ്നം വിചാരിച്ചിട്ടുണ്ടോ ഈ ഭൂമിക്കടിയിലുള്ള വിഭവങ്ങൾ വിൽക്കുമെന്ന്? ഇപ്പോൾ കോൾ മൈൻസ്, കോൾ ഇന്ത്യ, കൽക്കരി ഖനനം ചെയ്യുന്ന ഇന്ത്യ ഗവൺമെൻറ് ആയിരുന്നു, പൊതുമേഖലാ സ്ഥാപനം. അത് കാർപ്പറേറ്റുകൾക്ക് വിൽക്കും. അയണോർ ഖനനം കാർപ്പറേറ്റുകൾക്ക് വിൽക്കുക. ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇൽമിനൈറ്റ്, ടൈറ്റാനിയം ഗവൺമെൻറ്റും പ്രവർത്തിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ലാഭം കൊയ്യുന്ന സ്ഥാപനം. അവിടേക്ക് ആവശ്യമായ ഇൽമിനൈറ്റ്, ഇൽമിനൈറ്റിലുള്ള മണ്ണ്, കരിമണൽ, അത് ഖനനം വാരിക്കൊണ്ട് പോകാനും കാർപ്പറേറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ IREയും KMML ടൈറ്റാനിയമാണ് ഖനനം ചെയ്യുന്നത്. ഖനനം ചെയ്ത് ടൈറ്റാനിയം പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഡയോക്സൈഡ് മറ്റും ഉൽപ്പാദിക്കും. അതിന് മുതലാളിമാർ കൊടുക്കാൻ തീരുമാനം. ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം വിൽക്കുകയാണ്. BSNL കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് വിറ്റു. BSNLൻ്റെ ആഫീസുകൾ, ഈ മൊബൈൽ ഫോണെല്ലാം സർവീസ് സേവനം നടത്തുന്ന എല്ലാ സ്റ്റേറ്റിലെയും ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന കേന്ദ്രങ്ങളിലുള്ള വലിയ പടുകൂറ്റൻ ഓഫീസുകളെല്ലാം വിറ്റു. കേരളത്തിലെ വിൽക്കാനുണ്ട്. കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ടെലിഗ്രാഫ് ഓഫീസ് 4-5 നിലയുള്ള പുതുതായി നിർമ്മിച്ചത്, അത് വിൽക്കാനിട്ടിരിക്കുകയാണ്. പരസ്യം ചെയ്ത്. പക്ഷേ ഇവിടെ വന്ന് വാങ്ങാൻ ധൈര്യം പോരാ. ഈ കേരളത്തിലെ ജനങ്ങളെങ്ങനെ പ്രതികരിക്കും? റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ 3 സ്റ്റേഷൻ വിറ്റു. കൊച്ചി സ്റ്റേഷൻ, കോഴിക്കോട് സ്റ്റേഷൻ, തൃശ്ശൂർ സ്റ്റേഷൻ. അളവുകാർ വന്ന് അളക്കാമെന്നും നാട്ടുകാരും തൊഴിലാളികളും കൂടെ പറഞ്ഞ് കാല് കുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ വകയാണ്, ജനങ്ങളുടെ വകയാണ്, വിറ്റവൻ്റെ വകയല്ല. നമ്മളിതിനകത്ത് കയറാൻ സമ്മതിക്കില്ല. അതിൻ്റെ വിൽപ്പന പൂർത്തിയായിട്ടില്ല. 400 സ്റ്റേഷൻ വിറ്റു ഉത്തരേന്ത്യയിൽ. 150 തീവണ്ടി വിറ്റു. കഴിഞ്ഞ മാസമാണ് കോയമ്പത്തൂരിൽ നിന്ന് 1300ഓളം കിലോമീറ്റർ ദൂരത്തിലോടുന്ന ഒരു തീവണ്ടി ഒരു മുതലാളി ഓടിക്കുകയാണ് നമ്മുടെ പാളത്തിലൂടെ. എന്തൊരു വിരോധാഭാസമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ വകുപ്പ് പോയി, റെയിൽവേ പോയി, ബാക്കിയുള്ളത് വിൽക്കും. BPCL ഈ കൊച്ചിയിൽ
കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 20,000 കോടി രൂപ മുടക്കി എക്സ്പാൻഡ് ചെയ്തതാണ്. ഗ്യാസ് പൈപ്പ് ലൈനൊക്കെ ഇട്ട് കൊടുക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇപ്പോൾ വലിയ പ്ലാന്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് മുതലാളിക്ക് വയ്ക്കുകയാണ്. എന്തിന്? നവരത്ന കമ്പനികൾ, മഹാരത്ന കമ്പനികൾ എന്നറിയുന്ന ലാഭം കൊയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കുന്നു. പട്ടാളക്കാർക്ക് സംരക്ഷിക്കാനുള്ള കവചിത വാഹനങ്ങൾ നിർമ്മിക്കുന്ന ബെമൽ BML വിൽക്കാനിട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം വന്നു. തൽക്കാലം വിൽപ്പാൻ നിർത്തിവെച്ചിരിക്കുന്നത്. വീണ്ടും പ്രതിഷേധം കെട്ടടങ്ങുമ്പോൾ വിൽക്കാൻ പോകും. വിമാനങ്ങൾ വിറ്റു, വിമാനത്താവളങ്ങൾ വിറ്റു, തുറമുഖങ്ങൾ വിൽക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യൻ ജനത അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ വിൽക്കുക. അവകാശികളാണ് നിങ്ങൾ, അവകാശികളാണ് ജനങ്ങൾ. നമ്മൾ ഇങ്ങനെ ജീവനോട് ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം വിൽക്കുന്നത്. അതിനെ വിൽക്കാൻ പറഞ്ഞല്ലോ. ഭൂമിക്കടിയിലുള്ളതും കടലും വിൽക്കുകയാണ്. കടലും കരയും ആകാശവും ഭൂമി, ഇനി ബാക്കിയുള്ളത് ഭൂമി മാത്രമാണ്. അതിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ലാൻഡ് മൊബിലൈസേഷൻ ഫണ്ട് ഉണ്ടാക്കാൻ, സർക്കാർ വക ഭൂമിയെ മുറിച്ച് കൊടുക്കാൻ. നാഷണൽ ഹൈവേ ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയതാണ്. അത് 25,000 കിലോമീറ്റർ വീതം മുറിച്ച് ഓരോരുത്തർക്കും പാട്ടത്തിന് കൊടുക്കുകയാണ്. 30 വർഷം 40 വർഷം. ഇപ്പം നിങ്ങളുടെ കാറും ടെമ്പോയും ട്രാക്ടറും ബസ്സും ഓടുന്നതിനാണ് ടോൾ പിരിക്കുന്നതെങ്കിൽ ഇനി കുറേ കഴിയുമ്പോൾ നിങ്ങളൊരു സ്കൂട്ടറുമായി പോയാൽ വഴി നടക്കണമെങ്കിലും പറയും ഞാൻ 25,000 കിലോമീറ്റർ വാങ്ങിയിട്ടുണ്ട്, അതിന് കാശ് തരണം, ഇത് നടക്കണമെന്നുണ്ട്, സ്കൂട്ടർ ഓടിക്കണമെന്നുണ്ട്. എന്തു രാജ്യമാണിത്? എന്ത് ഭരണമാണിത്? ബ്രിട്ടീഷുകാരനെ അട്ടി ഓടിച്ചിട്ട് പകരം ബ്രിട്ടനിലും അമേരിക്കയിലും ലോകത്താകെയുള്ള ഇന്ത്യയിലുമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിൽ രാജ്യം ഏൽപ്പിക്കുകയാണ്. ഇവൻ്റെ കയ്യിൽ നിന്ന് രാജ്യം മോചിപ്പിക്കാൻ, ജനങ്ങളുടേതാക്കാനുള്ള പോരാട്ടം, സമരം, രണ്ടാമത് സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടി വരും. ആ സ്വാതന്ത്ര്യ സമരം നടത്തുന്നതിന് ഉള്ള ജനാധിപത്യ അവകാശങ്ങൾ, സംഘടനാ സ്വാതന്ത്ര്യം, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കടമ നിർവഹിക്കാനൊക്കെ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കാനും. അതില്ലായ്മ ചെയ്യാനാണ് മോഡി ഗവൺമെൻറ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യം നേടി 75ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശിലയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന നൽകുന്ന ഉറപ്പാണ് ജനങ്ങളുടെ ജനാധിപത്യാവകാശങ്ങളും പൗരാവകാശങ്ങളും സംരക്ഷിക്കും, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക. ഇതിനൊക്കെ ശക്തിയിലാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തങ്ങളുടെ പരിധികൾ നിർത്തുകയാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ കടമപ്പെട്ട നീതിന്യായ പീഠം, സുപ്രീം കോടതി, എവിടെയാണോ ഭരണഘടനയുടെ ലംഘനമുണ്ടാകുന്നത് അവിടെയൊക്കെ ഇടപെടാൻ ബാധ്യതയുള്ള നീതിന്യായ പീഠം, അവരെയും എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഉപകരണമാക്കാൻ ശ്രമിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥയെ സുപ്രീം കോടതി. അതിനുള്ള ഉയർന്ന ജഡ്ജിമാർ അവർക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള താല്പര്യമുള്ള പദവികൾ നൽകി തങ്ങൾക്ക് ഇഷ്ടമുള്ള വിധി റിട്ടയർമെൻറ്റിന് മുമ്പ് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കുക. അവരേറ്റവും ഒടുവിൽ കൊണ്ടുവന്ന വിധി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കുന്നതാണ്. ഇഡിക്ക് എല്ലാ അധികാരങ്ങളും, അങ്ങനെ ഒരു പരമാധികാരം ഒരു ഏജൻസി കൊടുക്കാറില്ല. കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. സുപ്രീം കോടതിയുടെ ആ വിധി ഇന്ത്യൻ ജനാധിപത്യത്തെയും പൗരാവകാശത്തെയും സംഘടനാ സ്വാതന്ത്ര്യങ്ങളെയും പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെയൊക്കെ നിഷേധിക്കുന്നതാണ്. അതിവർക്ക് കൂച്ചുവിടാൻ ലൈസൻസ് കൊടുക്കുന്നതാണ്. അത് തിരുത്തണം സുപ്രീം കോടതി. അങ്ങനെ കോടതിയെ തങ്ങളുടെ പരിധിയിലാക്കുന്നു, അന്വേഷണ ഏജൻസികളെ തങ്ങളുടെ പരിധിയിലാക്കുന്നു, വിജിലൻസ് കമ്മീഷനെ തങ്ങളുടെ പരിധിയിലാക്കും, പാർലമെന്റിനെ നോക്കൂത്തിയാക്കും. പാർലമെന്റിന് വേണ്ടിക്കൂടാ, ദുർഭരണമാണെന്ന് പറഞ്ഞുകൂടാ, അഴിമതിയാണെന്ന് പറഞ്ഞുകൂടാ, വിലക്കയറ്റമുണ്ടെന്ന് പറഞ്ഞുകൂടാ. സ്ത്രീകളെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി കൊന്ന് കാട്ടിലെറിഞ്ഞാൽ ആ സംഭവം അവിടെ പറഞ്ഞുകൂടാ. റേപ്പെന്ന് പറഞ്ഞുകൂടാ.
ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞതാ. പിന്നെന്ത് പറയണം? അവിടെ പിടിച്ച് ഉമ്മ വെച്ചെന്ന് പറയണോ? പാർലമെന്റിൽ പ്രധാനമന്ത്രിക്കോ ഗവൺമെന്റിനെതിരായ ഒരു അക്ഷരം മിണ്ടിക്കൂടാ. പദാവലികളിൽ മാറ്റം നീക്കം ചെയ്യാണ്. എന്തു രാജ്യമായത്? എന്നിട്ട് കള്ള ചരിത്രമുണ്ടാക്കാൻ പോകുന്നു. സ്വാതന്ത്ര്യത്തിൽ ഒരു പങ്കും വഹിക്കാത്ത RSS സംഘപരിവാർ ശക്തികൾ അവരാണ് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെന്ന് കള്ള ചരിത്രം എഴുതുകയാണ്. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ തമസ്കരിക്കാൻ, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിലോ ഇന്ത്യയിൽ ഒരു പങ്കുമില്ലായിരുന്നു എന്ന് വരുത്തിത്തീർക്കാൻ ശ്രമിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ അതുപോലുള്ള ദേശീയ നേതാക്കൾ. ഇതൊക്കെ നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലൂടെ നടത്തുകയല്ലേ? രാജ്യത്തെ തൊഴിലാളികൾ, അധ്വാനിക്കുന്ന വർഗം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ 1919 മഹാത്മാഗാന്ധിയെ പഞ്ചാബിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ഗുജറാത്ത് ഉൾപ്പെടെയുള്ളിടത്ത് പണിമുടക്ക് നടത്തുകയും ബ്രിട്ടീഷ് പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്ത് മരണം മരിച്ചവനാണ് ഇന്ത്യൻ തൊഴിലാളി. ആ പൈതൃകമുണ്ടാകണം ഇന്നത്തെ തലമുറയ്ക്ക്. അന്ന് ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ടായില്ല, സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ടായില്ല. ബാലഗംഗാധര തിലകനെ ഇതേപോലെ അറസ്റ്റ് ചെയ്തപ്പോൾ 1908 ബാംബെയിലെ 1,40,000 ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾ പണിമുടക്കി തെരുവിലിറങ്ങി ഏറ്റുമുട്ടി. എപ്പോഴെല്ലാം ദേശീയ നേതാക്കന്മാരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരെ ബ്രിട്ടീഷ് പട്ടാളം പോലീസും അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു, അപ്പോഴെല്ലാം ഇന്ത്യൻ തൊഴിലാളി രംഗത്ത് വന്നു. വെയിൽസ് രാജകുമാരൻ സന്ദർശിക്കുന്ന അവസരത്തിൽ ആ സന്ദർശനത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിച്ചവരും ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി ആക്രമണത്തിൽ ബ്രിട്ടീഷുകാരൻ കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായി തടവിലേക്ക് ജയിലുകൾക്കുള്ളിലേക്ക് പോകേണ്ടി ചെയ്തവരാണ് ഇന്ത്യൻ തൊഴിലാളി. ആ തൊഴിലാളി അവൻ്റെ കൂലിക്കും ജോലിക്കും വേണ്ടി മാത്രമല്ല, ബോണസിന് വേണ്ടി മാത്രമല്ല, ശമ്പള വർധനവിന് വേണ്ടി മാത്രമല്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടക്കാനും മർദ്ദനമേക്കാനും തല്ലുകൊള്ളാനും പണി നഷ്ടപ്പെടാനും ശ്രമിച്ചവരാണ്. ഇന്തോനേഷ്യയിലേക്ക് ആയുധങ്ങൾ കയറ്റുന്ന പടക്കപ്പലുകളിൽ ബാംബെയിലെ തൊഴിലാളി പറഞ്ഞു, സാമ്രാജ്യത്തിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആ പടക്കപ്പലിൽ ഇന്തോനേഷ്യയിലെ ജനങ്ങളെ കശാപ്പിയാൻ പോകുന്ന ആയുധങ്ങൾ ഈ കപ്പൽ ഞങ്ങൾ കയറ്റില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചവരാണ്, പണിമുടക്കിയവരാണ്. ആ ദേശീയബോധം, ആ സ്വാതന്ത്ര്യബോധം, രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നവനാണ് തൊഴിലാളി. അതിൻ്റെ കെടുതികൾ ഏറ്റുവാങ്ങാൻ മടി കാണിക്കാത്തവനാണ് തൊഴിലാളി. ആ തൊഴിലാളിയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും സൂക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കുറേ യോഗ്യന്മാർ. അവരോട് പറയാനുള്ളത്, ആ പുച്ഛത്തിന് മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് നിങ്ങളുടെ തീട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കുന്ന തൊഴിലാളി സംഘടനകൾ, തൊഴിലാളി പ്രസ്ഥാനം. ബ്രിട്ടീഷ് പട്ടാളം ജനങ്ങൾക്കെതിരെ, സ്വാതന്ത്ര്യ സമര സേനാനിക്കെതിരെ പോരാടിയപ്പോൾ, അവരെ വേട്ടയാടിയപ്പോൾ അതിനെ ചെറുക്കാൻ കലവറയില്ലാതെ നേതാക്കളെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തെരുവിലിറങ്ങി പട്ടാളവുമായി ഏറ്റുമുട്ടാൻ മനസ്സ് കാണിച്ചവനാണ് ഇന്ത്യൻ തൊഴിലാളി. ആ തൊഴിലാളിയുടെ സമര പാരമ്പര്യം ഞാൻ ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നു. അവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വർഷം ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയും ആ ഭരണഘടന നൽകുന്ന ജനാധിപത്യ അവകാശവും പൗരാവകാശവും സംഘടിക്കാനുള്ള അവകാശവും വിലപേശാനുള്ള അവകാശവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുക. ആ മതനിരപേക്ഷത തകർത്ത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നതിന് ഇന്ത്യനെ പോരാടി എതിർത്ത് പരാജയപ്പെടുത്താനുള്ള ബാധ്യത മറ്റാരെക്കാളും ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിനാണ്. നിങ്ങൾ ആ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ആവശ്യതകൾക്ക് പരിഹാരം കാണാനുള്ള എല്ലാ കാര്യങ്ങളിലും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം ഒന്നാകെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനവും
നിങ്ങളെ അവസരത്തിനെതിരായുള്ള പോരാട്ടത്തിൽ തോളോട് തോൾ ചേരാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട്, സഖാക്കളെ, നമ്മുടെ ഇന്നത്തെ പ്രയാസങ്ങൾക്ക് നമ്മളുടെ ഉത്തരവാദികൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ നയങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, സംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരുടെ നമ്പർ വളരെ കുറവാണ്. കേരളത്തിൽ തന്നെ 70 ലക്ഷം പേർ സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഈ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്. അവരിൽ പെടുന്നവരാണ് നമ്മൾ അവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് CIP പ്രസ്ഥാനം പരിശ്രമിക്കുന്നത്. അത് ക്രമേണ ഒരു വശത്ത് സമ്പത്ത് കുന്നുകൂടുമ്പോൾ സമ്പത്തില്ലായ്മ കൊണ്ടല്ല നമുക്ക് പണം കിട്ടാത്ത, സമ്പത്ത് കോർപ്പറേറ്റുകളുടെ കയ്യിലായി. ആ സമ്പത്ത് നീതിപൂർവ്വം വിതരണം നടത്താൻ എടുക്കണം. ആ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വീണ്ടും വീണ്ടും സമ്പത്ത് കുന്നുകൂട്ടാൻ സൗകര്യം കൊടുക്കുന്ന നയം സ്വീകരിക്കുന്നു. കോവിഡ് കാലത്ത് നിങ്ങളെല്ലാം നശിച്ച് നാരായക്കൽ തോണ്ടിയപ്പോൾ, ജനങ്ങളാകെ കടക്കാരായി മാറിയപ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ സമ്പത്ത് വാരി കൂട്ടി. 2 മുതലാളിമാരുടെ മാത്രം സമ്പത്തിൻ്റെ വളർച്ചയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രശ്നം അവസാനിപ്പിക്കും. അപ്പം നിങ്ങൾക്കിതിൻ്റെ ഡിസ്പാരിറ്റി, അസമത്വത്തിൻ്റെ തോത് മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മളിത് അനുഭവിക്കുന്നത്. നമ്മുടെ പ്രയാസം ആവശ്യം നിർവഹിക്കപ്പെടാതെ കിടക്കുന്നത് നിങ്ങൾക്ക് ബോധ്യം. ഒരാൾ അംബാനിയാണ്. അംബാനിയുടെ സ്വത്തിൽ സമ്പത്തിൽ 350% വർധനമാണ് കോവിഡ് കാലത്തുണ്ടായത്. എത്ര കോടിയാണത്? 7.25 ലക്ഷം കോടി അംബാനിയുടെ സമ്പത്തിൽ കോവിഡ് കാലത്ത് വർദ്ധിച്ചു. വേറെ പുതിയ മുതലാളി ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ കാലത്തൊന്നും വിചാരിച്ചിട്ട് കണ്ടിട്ടില്ല. ഗൗതം അദാനി 10 വിമാനത്താവളം വിലയ്ക്ക് വാങ്ങിച്ചു. അയാളുടെ സമ്പത്തിൽ 650% വർധനവുണ്ട്. 5.25 ലക്ഷം കോടി. ഈ 10 വിമാനത്താവളം വാങ്ങിക്കാൻ എവിടെ നിന്നാ കാശ്? ജനങ്ങളെ പിഴിഞ്ഞ് സമ്പത്ത് അവർക്ക് കുന്നുകൂട്ടാൻ സൗകര്യം കൊടുക്കുന്ന സർക്കാരിൻ്റെ നയത്തിൻ്റെ ഫലമായി കിട്ടിയതാണ്. ജനങ്ങളുടെ നിക്ഷേപം, ബാങ്കിലിടുന്ന നിക്ഷേപം, ആ നിക്ഷേപം എടുത്തിട്ട് വ്യവസായം നടത്തി സമ്പത്ത് കുന്നുകൂട്ടാനും നിക്ഷേപം തിരിച്ചു കൊടുക്കാതിരിക്കാനും കിട്ടാക്കടമായി എഴുതിത്തള്ളിയവരെല്ലാം സംരക്ഷിക്കാനും എന്നിട്ട് റിസർവ് ബാങ്കിൻ്റെ പണം അങ്ങോട്ട് കൊടുത്ത് അവരെ സഹായിക്കാനും ഉള്ള കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. വോഡാഫോൺ കമ്പനി 71,000 കോടി രൂപ ബാങ്കിൻ്റെ അടുത്തത് കൊടുത്തില്ല, കിട്ടാക്കടമായി എഴുതിത്തള്ളി. വേദാന്ത ഗ്രൂപ്പിന് ആ 71,000 കോടിയുടെ സ്ഥാപനം കടബാധ്യത മുഴുവൻ വേദാന്ത ഗ്രൂപ്പിന് 23,000 കോടിക്ക് കൈമാറി. 50,000 കോടി രൂപയാണ് ആ വേദാന്ത ഗ്രൂപ്പിന് സൗകര്യം. പതഞ്ജലി എല്ലാ രോഗങ്ങൾക്കും ചികിത്സ എന്ന് പറഞ്ഞ ദിവസം ഒരു താടിക്കാരൻ സന്യാസി വരുന്നുണ്ടല്ലോ, യോഗ. അയാള് ഭൂഷൺ എന്ന് പറഞ്ഞൊരു കമ്പനി 4,000 കോടി രൂപ SBIന്ന് അടുത്ത് വായ്പ എടുത്തു, തിരിച്ചു കൊടുത്തില്ല, കിട്ടാക്കടമായി. ഈ പതഞ്ജലിക്കാരന്, ഈ യോഗിക്ക് 400 കോടി രൂപയ്ക്ക് ആ കമ്പനി ട്രാൻസ്ഫർ ചെയ്തു. 4,000 കോടി ജനങ്ങളുടെ നിക്ഷേപമാണ്, ജനങ്ങളുടെ പണമാണ്. ഞാൻ ആ പട്ടിക നീട്ടി പറയുന്നില്ല. ഇതുപോലെ ഒരു പിടി ആളുകൾ ലളിത് മോഡി ഇപ്പോൾ ഇൻക്ലണ്ടില്ല. 8,000 കോടി രൂപ നാഷണലിസ്റ്റ് ബാങ്കിൽ എടുത്തവനാണ്, തിരിച്ചു കൊടുത്തില്ല. അയാളിപ്പോൾ മിസ് വേൾഡായി മാറിയ ഒരു സെൻ്റുണ്ടല്ലോ, സിനിമാ നടി, ബോംബെ ബോളിവുഡ് നടി നിരൂപ സിംഗ്. അവളുമായിട്ട് സുഖവാസത്തിൽ ഇംഗ്ലണ്ടിൽ. ബാങ്കിൽ കിടക്കുന്ന പണം ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം പിന്നെ തിരിച്ചു കൊടുക്കണം. അതിന് റിസർവ് ബാങ്കിന് പണം കൊടുക്കും. ബാങ്ക് പൊളിയാൻ പറ്റില്ല. റിസർവ് ബാങ്കിനെ പോലെ കൊടുക്കുന്ന പണം ഖജനാവിന് കൊടുക്കും. ഖജനാവിലെ പണമാര്? ജനങ്ങളുടെ നികുതി പണം. അങ്ങനെ ജനങ്ങളുടെ നികുതി പണം ഈ ഒരു കൂട്ടം ആളുകൾക്ക് പണം തട്ടിക്കൊണ്ടു പോകാനും സുഖലോലുപരായി താമസിക്കാനും സമ്പത്ത് കുന്നുകൂട്ടാനും സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആ നയത്തെ തിരുത്താതെ എങ്ങനെ നിങ്ങളുടെ ശമ്പള വർധനമുണ്ടാകും? എങ്ങനെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടും? നിങ്ങൾക്ക് മാത്രമായി തിരുത്താൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ നിങ്ങൾക്ക് പരിമിതമായി ഈ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന ആനുകൂല്യങ്ങൾ ചെയ്യണമെന്നുള്ള ആവശ്യം
ദശാംശമേ നിങ്ങൾക്കൂടി ഉയർത്താൻ സാധിക്കും. അത് ഈ ഗവൺമെൻറെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്യിക്കാൻ നിങ്ങളുടെ സംഘടന എന്നുള്ള നിലയിൽ ആ സംഘടന പരിശ്രമിക്കും, ഞങ്ങളവരെ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നില പരുങ്ങലിലാണ്. ഗവൺമെൻറ് ഓരോ ദിവസവും വിഷമത്തിലാണ്. നികുതി പിരിവ് മുഴുവൻ കേന്ദ്രത്തിൻ്റെതായി. അവിടെ നിന്ന് തരുന്ന കാശ് മാത്രമേ നമുക്ക് ചെലവഴിക്കാൻ കിട്ടൂ. ഈ വർഷം നമുക്ക് വരുന്നത് 23,000 കോടി രൂപയുടെ കമ്മിയാണെന്നാണ് ധനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുക. ജനസംഖ്യാനുപാതികമായി 2.9% വിഹിതം കിട്ടണം. ഇപ്പോഴും തന്നിരിക്കുന്ന 1.74%. 1%-ലേറെ കുറയുക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ കുറവാണ്. ജനസംഖ്യാനുപാതമായി തരേണ്ടത് 2. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൊടുക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഈ കേരളത്തെ എങ്ങനെ പീഡിപ്പിക്കാമോ? കേരളത്തെ തകർക്കാൻ നിൽക്കുന്ന കേന്ദ്ര നയത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ സാധിക്കൂ എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൽ CIT പ്രസ്ഥാനത്തിൻ്റെ കൂടെ സംഘടിത തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനം.